കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി LDFിലെ വിൻസി വാവച്ചനെ തെരഞ്ഞെടുത്തു. 8-നെതിരെ 9 വോട്ടുകൾക്കാണ് 9-ാം വാർഡ് മെമ്പറായ വിൻസി തെരഞ്ഞെടുക്കപ്പെട്ടത്. UDFിലെ ആൻസി തോമസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്നും വിജയിച്ച ശോഭനാമ്മ ഗോപിനാഥിന്റെ വോട്ടുകൂടി നേടിയാണ് വിൻസി വാവച്ചൻ വിജയിച്ചത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഇരുമുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. CPMലെ വിൻസി വാവച്ചനെയാണ് LDF അവതരിപ്പിച്ചത്. അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മിനി പ്രിൻസിനെ മാറ്റി ആൻസി തോമസിനെ UDFും അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം വോട്ടെടുപ്പ് നടന്നു. ഒടുവിൽ പിരിമുറുക്കങ്ങൾക്കിടയിൽ വോട്ടെണ്ണി 8-നെതിരെ 9 വോട്ടുകൾ ലഭിച്ച വിൻസി വാവച്ചനെ വിജയിയായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിന്റെ സുസ്ഥിര വികസനമാണ് ലക്ഷ്യമെന്ന് പുതിയ പ്രസിഡന്റ് പറഞ്ഞു. ആദ്യമേ 6-7 മാസക്കാലം പ്രസിഡന്റായി, ഇനി ലാസ്റ്റ് നമ്മൾ ആ രീതിയിലേക്ക് കടന്നു വന്നു. കരുണാപുരം പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അടുത്ത ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് LDF നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള 18 വാർഡും പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ അവസരത്തിൽ നടത്തുമെന്നും എന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പൂർത്തീകരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ബാങ്ക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ 6-7 മാസം കൊണ്ട് പൂർണ്ണമായിട്ട്. അതേസമയം തട്ടിപ്പാണ് നടന്നതെന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം. ഞാൻ ഒരിക്കലും ഒരു ക്രിമിനൽ കേസ് കൂറുമാറ്റ കേസിൻ്റെ പ്രതിയോ അതിൽ വിചാരണ നേരിടുന്ന പ്രതിയോ അല്ല. അപ്പം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനം എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം തന്നെ ഞാൻ അഭിമാനത്തോടെ ഞാൻ ഏറ്റു. 8 വോട്ട് കിട്ടി എന്ന് പറഞ്ഞത് 9 വോട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 9 വോട്ട് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12-ാം വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ജനങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് ഇന്ന് അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു വിജയം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് പാർട്ടി തന്നെ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഞാനത് പൂർണ്ണമായിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചു. എന്താണെങ്കിലും പൊതുതെരഞ്ഞെടുപ്പ് നടക്കുവാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന അട്ടിമറിയിൽ LDFന് വീണ്ടും വിജയിക്കാനായി എന്നുള്ളതാണ് ഏക ആശ്വാസം. കോൺഗ്രസ് സീറ്റിൽ വിജയിച്ച ശോഭനാമ്മ ഗോപിനാഥിന്റെ വോട്ട് കൂടി ലഭിച്ചതിനാലാണ് LDF അംഗത്തിന് വിജയിക്കാനായത്. അതേസമയം കൂടുതൽ പ്രതിരോധം വരും ദിവസങ്ങളിൽ തീർക്കുവാനാണ് UDFന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.